കാതറിൻ മരിയ തങ്കച്ചൻ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ വാകത്താനം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ 2019 MSc പാസ് ഔട്ടാണ്. ഞാൻ പഠിച്ച കോഴ്സ് ഫിഷറി സയൻസ് ആണ്. അതേ വർഷം തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഞാൻ മത്സ്യഫെഡിൽ പ്രോജക്റ്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ജോലി വളരെ ഭംഗിയായി, ദൈവാനുഗ്രഹിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്സ്യഫെഡ് പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റ് ഓഫീസർ തസ്തിക PSCക്ക് വിടുന്നത്. അങ്ങനെ 2022 ജൂലൈ മാസം ഞാനതിൻ്റെ പരീക്ഷ എഴുതുകയും 2023 ജൂൺ മാസം 1-ാം തീയതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞാനന്ന് വളരെ സന്തോഷവതിയാണ്. കാരണം എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. അതുമാത്രമല്ല, മത്സ്യഫെഡിൽ ആകെ മൊത്തം പ്രൊജക്റ്റ് ഓഫീസർമാരുടെ 85 വേക്കൻസികളാണുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും 69ാമത് തന്നെ ജോലി കിട്ടുകയും ചെയ്യും, ഉറപ്പാണ്. ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവിടെ ജോലിയിൽ തുടരുന്നുമുണ്ട്. മിക്കവാറും ഒരു 2023 നവംബർ പകുതിയോടുകൂടി തന്നെ നിയമനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ആ ഒരു വാർത്ത അറിയുന്നത്. മത്സ്യഫെഡ് ആകെ 85 ഒഴിവുകൾ ഉണ്ടെങ്കിലും 63 ഒഴിവുകൾ മാത്രമാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 69ാമതാണ് ജോലിയും കിട്ടുന്നത്. ഞാനന്ന് വളരെ വിഷമിച്ചു പോയി. PSC ഓഫീസിലേക്ക് വിളിച്ചു, മത്സ്യഫെഡിലേക്ക് വിളിച്ചു. അപ്പോൾ PSCക്കാർ പറഞ്ഞത് മത്സ്യഫെഡിൽ സംസാരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ, ചെയർമാനോട് സംസാരിക്കണം, MDയോട് സംസാരിക്കണം, അല്ലാതെ ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് PSC അറിയിച്ചത്. അപ്പോൾ ഞാൻ മത്സ്യഫെഡിൽ പോയി. ഞങ്ങൾ ഒരു പറ്റം ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 63 പേർക്ക് മാത്രമേ ഇപ്പോൾ നിയമനം നൽകാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഒഴിവുകളിൽ 10 വർഷം കഴിഞ്ഞ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള POമാരെ മാത്രമേ നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിയമനം കിട്ടണമെങ്കിൽ അത് സംശയമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു അത്യാവശ്യം പൊളിറ്റിക്കൽ ഹോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് രാഷ്ട്രീയക്കാരെയൊക്കെ പോയി കണ്ടു, മിനിസ്റ്ററെ പോയി കണ്ടു. ഒരു പ്രയോജനവും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആലപ്പുഴ പറവൂര്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനായ റാഫേൽ എന്ന് പറഞ്ഞ ചേട്ടനും കുടുംബവും കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, നിൻ്റെ വിഷമങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും, അമ്മ ജോലി തരും. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അതിന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ എന്ന് ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു. പിന്നെ ചേട്ടൻ എന്നോട് ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും എനിക്ക് വിഷമങ്ങൾ കൂടുക അല്ലാതെ എന്താ പറയുക, ഒരു പോസിറ്റീവായൊരു വാർത്ത എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു 2023 ജൂലൈ മാസം എനിക്ക് ന്യൂമോണിയ ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ജോലി ഉടനെ തന്നെ നഷ്ടപ്പെടും, PSC വഴി നിയമനമില്ല. അപ്പോൾ എനിക്ക് ആ അസുഖം വളരെ മൂർച്ഛിച്ചു. ന്യൂമോണിയ വന്ന് എനിക്ക് ചുമ കൂടി, നെഞ്ചുവേദനയൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് പിന്നെ അതിനുശേഷം ആ ചുമയും നെഞ്ചുവേദനയും മാറിയിട്ടില്ലായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഓഗസ്റ്റ് മാസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ആ ഒരു ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഞാൻ ക്വാറൻറ്റൈനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ ഒരു കടൽ തീരമാണ് കാണുന്നത്, ആലപ്പുഴ ബീച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ ഞാൻ അമ്മ മാതാവിൻ്റെ കൈ പിടിച്ച്, എനിക്ക് 2-3 വയസ്സ് മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ തുള്ളിക്കളിച്ച് അമ്മയുടെ കൈ പിടിച്ച് ഞാനിങ്ങനെ സന്തോഷത്തോടെ അങ്ങ് നടക്കുവാണ് ബീച്ചിൽ കൂടെ. അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട്, പെട്ടെന്ന് വാ, സമയമില്ല, വേഗം അവിടെ ചെല്ലണമെന്നിങ്ങനെ മാതാവ് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാനിങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ക്വാറൻറ്റൈനിൽ ഇരിക്കുവാണല്ലോ, ചിക്കൻ ബോക്സ് ആണ്. അപ്പോൾ എനിക്കിത് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങണം, അതാണ് അമ്മ അതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് വൈകിട്ട് മുതൽ എനിക്ക് ജപമാല ചൊല്ലാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. ഞങ്ങൾ യാക്കോബായ വിശ്വാസികളാണ്. അപ്പം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം ഉണ്ടെങ്കിലും ജപമാല ഞങ്ങളുടെ സഭയിലില്ല. പക്ഷേ എൻ്റെ അമ്മ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. അപ്പോൾ അമ്മ എനിക്ക് പണ്ട് ജപമാല ചൊല്ലാനായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ദിവസം മുതൽ, ആ ഒരു ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ ഞാൻ ജപമാല മുടക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ജപമാല ചൊല്ലുമ്പോൾ, പ്രത്യേക ഒരു ശക്തിയാണ് എനിക്ക് അതിലൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2023 നവംബർ ആയപ്പോൾ, നവംബർ 16-ാം തീയതി പെട്ടെന്നൊരു ഓർഡർ വരുവാണ്. ഞാനടക്കമുള്ള 32 താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റ് ഓഫീസർമാരുടെ കോൺട്രാക്റ്റ് റദ്ദ് ചെയ്തു. കാരണം 63 PSCക്കാർ വരാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് അവിടെ റദ്ദ് ചെയ്തു. അപ്പം അന്ന് വൈകിട്ട്
എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമമായി പോയി. ഞാനിവിടെ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് വീട്ടിലേക്ക് വരാൻ പോലും തോന്നുന്നില്ലായിരുന്നു, അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. 8 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. കാരണം ഓഫീസിൽ നിന്ന് വിട്ടുപോരാനായിട്ട് തോന്നുന്നില്ല. 4 വർഷം നമുക്ക് അന്നം തന്ന ഒരു സ്ഥാപനമാണ്. PSC വഴി ഇനി നിയമനം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ആകെ വിഷമത്തിലാണ്. കാരണം ഞാൻ എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഒറ്റ മോളാണ്. എൻ്റെ പപ്പായ്ക്ക് കൃഷിയാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവിടുന്ന് പോന്നിട്ടിപ്പോൾ 10 വർഷത്തോളമായി. എങ്ങനെ ജീവിക്കും, എന്താണ് ഇനി മുന്നോട്ടുള്ള വഴി? കാരണം എനിക്ക് അന്ന് 27 വയസ്സുണ്ട്. കല്യാണം, ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ നമുക്കൊരു കല്യാണം പോലും നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അന്ന് വൈകിട്ട് 2023 നവംബർ മാസം 16-ാം തീയതി വൈകിട്ട് എൻ്റെ പപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് കർശനം പപ്പ എന്നോട് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു, പപ്പ ഞാൻ റെഡിയാണ്, ഉടമ്പടി എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നപ്പോൾ കാവൽ മാതാവ്, നമുക്കിവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടല്ലോ. അപ്പോൾ ആ മാതാവിനെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അന്ന് ഞാൻ ആ ചിക്കൻ പോക്സുമായിട്ട് വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ അന്ന് ആ ഒരു ആലപ്പുഴ ബീച്ചിൽ കൂടെ എന്നെ കൊണ്ടുപോയത് ഇവിടെ ഈ ഫ്രണ്ടിലുള്ള ഈ കാവൽ മാതാവാണ്. അതെനിക്ക് അപ്പം തന്നെ ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധ അഭിഷേകം എനിക്കുണ്ടായി. പക്ഷെ അന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൃപാസനം എന്താണെന്ന് ഒന്നും അറിയാതെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓരോ ആൻറ്റിമാർ, ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഓരോ കൗണ്ടറിലും എന്നെ കൊണ്ടുപോയി ടോക്കൺ എടുക്കാനും പത്രം വാങ്ങാനും അതുപോലെ ഉടമ്പടി ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു. അങ്ങനെ ആ 17-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസവും, കാരണം എനിക്ക് ജോലിയില്ല, അപ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്നാലും എന്നെ മാതാവ് എനിക്കൊരു ധൈര്യം തന്നു. ഞാൻ ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ചു. അതിലുള്ള ആത്മവിശുദ്ധീകരണ നടപടികളും ആത്മശക്തീകരണ നടപടികളും വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കുവാനായിട്ട് തുടങ്ങി. ജോലി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും പക്ഷേ മാതാവിൻ്റെ തിരുക്കുമാരനായ ഈശോയും എന്നെ പിടിച്ചു നിർത്തുക തന്നെയായിരുന്നു. എല്ലാ ദിവസവും വെളുപ്പിനെ 5:30 എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും. ആ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ഈ ജോലി കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് വഴികൾ നോക്കി, പല രാഷ്ട്രീയക്കാരെ കണ്ടു. ഇനിയിപ്പം എന്താ പറയുക, ഞാൻ MSc ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് യൂണിവേഴ്സിറ്റിയിൽ. അത് മാത്രമല്ല PSC റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നു. പക്ഷെ അവിടെ ഒന്നും എൻ്റെ മെറിറ്റ് ഇല്ല. ഇനി ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ജോലി കിട്ടുകയുള്ളൂ. അതൊന്ന്. രണ്ടാമത്തത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന്. ഈ 2 കണ്ടീഷൻസ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ യാക്കോബായ വിശ്വാസികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില്ല, ആകെ ശനിയും ഞായറും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അരമണിക്കൂർ വിശുദ്ധ വേദപുസ്തകം വായിക്കുമായിരുന്നു. വേദപുസ്തകം വായിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി വായിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പ്രേക്ഷിത പ്രവർത്തനം, പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തിപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, കാരണം എനിക്ക് ഉടമ്പടിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾ എനിക്ക് മാറ്റി തന്നുകൊണ്ടിരുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ 2024 ഫെബ്രുവരി മാസം 18-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ എല്ലാം തന്നെ മാറ്റി. എൻ്റെ ജോലി എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിയോഗം. പക്ഷേ അത് മാറ്റി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച നിയോഗം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ നൽവരത്താലും ദൈവസ്നേഹത്താലും എന്നെ അഭിഷേകം ചെയ്യണമേ എന്നുള്ളൊരു നിയോഗമാണ് പിന്നെ ഞാൻ ആദ്യം വെച്ചത്. അത് മാത്രമല്ല, എന്നെപ്പോലെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന്. അവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള നിയോഗങ്ങളായിരുന്നു ഞാൻ എഴുതി ഇവിടെ അമ്മ മാതാവിങ്കിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്കറിയില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കത് 100% വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു ഘട്ടങ്ങളിലൂടെ ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് 10-27 വയസ്സായി. അപ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചോദ്യമുണ്ട്, എന്താ കല്യാണാലോചന ഇല്ലേ, ജോലി ഉണ്ടല്ലോ? കാരണം എനിക്ക് ജോലി ഇല്ല എന്നുള്ളത് എനിക്കും എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും മാത്രമേ അറിയുള്ളൂ. ഞങ്ങളുടെ ബന്ധുക്കളോടോ നാട്ടുകാരോടോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ
എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ആകുന്നില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനിവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടിയിരിക്കും, നീ വിഷമിക്കേണ്ട എന്നൊരു വാക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം പിന്നെയും വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനിങ്ങനെ എൻ്റെ അമ്മയോട് ചോദിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം നമുക്കറിയാം ഒരുപാട് നമ്മൾ ദൈവത്തിനോട് അടുത്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള പൈശാചിക പ്രലോഭനങ്ങളും നമുക്കുണ്ടാകുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ ജോലി എനിക്ക് കിട്ടുമോ? അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? കാരണം മത്സ്യബഡ് അപ്പോഴും കർശനമായൊരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും PSCക്കാർക്ക് ഇനി നിയമനം കൊടുക്കില്ല, താൽക്കാലികക്കാർക്ക് മാത്രമേ ഇനി ഇവിടെ ജോലിയുള്ളൂ, PSCക്കാരെ ഇനി ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മത്സ്യബഡ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ജോലി കിട്ടുമോ, അമ്മയ്ക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മയും എന്താണെന്ന് എനിക്കറിയില്ല, അന്നേരം പറഞ്ഞു എനിക്കും സംശയമുണ്ട് ഷെർണെ, കാരണം എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരം കഴിഞ്ഞ് അങ്ങ് മാറിപ്പോയി. അമ്മ അന്നേരം കിടക്കുമായിരുന്നു. അമ്മ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അമ്മ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വെറുതെ അല്ല, കയ്യിലൊരു വടിയായിട്ടായിരുന്നു മാതാവ് വന്നത്. കാരണം അച്ഛനും ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അമ്മ പലപ്പോഴും സ്വപ്നത്തിലും എല്ലാം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദർശനം തന്നുകൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ അവിടെ ഒരു അവിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മാതാവിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാതാവിനോട് അപ്പോൾ ഒരുപാട് ക്ഷമ പറഞ്ഞു. കാരണം ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാണ് അമ്മേ, വെറുതെ സംശയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്നേരം ഉണ്ടായി. അത് കഴിഞ്ഞ് ഉടമ്പടി രണ്ടാമത് ഞാൻ പുതുക്കിയത് 2024 മെയ് മാസം 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ബർത്ത്ഡേ ആണ് 2024 ഓഗസ്റ്റ് 3-ാം തീയതി. അപ്പോൾ അന്നേ ദിവസം അമ്മ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാനതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ ഒരു 4 നമ്പറുകൾ ഒരു ദർശനത്തിൽ മാതാവ് കൊടുക്കുകയുണ്ടായി. അത് 3, അതുപോലെ തന്നെ 6, 2, 7 എന്നിങ്ങനെ 4 നമ്പറായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ ദർശനമായിട്ട് മാതാവ് കൊടുത്തിരുന്നത്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്കത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവിനോട് ചോദിച്ചിരുന്നല്ലോ, എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്നിങ്ങനെ. അപ്പോൾ അങ്ങനെ 2024 ഓഗസ്റ്റ് 3 എന്നോട് ആരും പറഞ്ഞതല്ല, പെട്ടെന്ന് എൻ്റെ PSC പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നാണ്, ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട് വന്നു. അപ്പോയിൻമെൻറ്റ് ചാർട്ടിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും 3-ാമത് എൻ്റെ പേരുണ്ട്, എനിക്ക് ആ ജോലി ലഭിച്ചിട്ടുണ്ട്. അതായിരുന്നു ആ 3 എന്നുള്ള ഡേറ്റ് അതായിരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം 6-ാം തീയതി അന്നേ ദിവസം PSC അഡ്വൈസിൻ്റെ ലിസ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാനും അമ്മയും ജപമാല ചൊല്ലുമായിരുന്നു. അപ്പോൾ അന്ന് അമ്മ എന്തോ ഒരു കാരണത്താൽ അന്ന് സമയം കഴിഞ്ഞു പോയി. 7 മണിക്കായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുളിക്കാനും കയറി. അമ്മ താമസിച്ചപ്പോൾ ഞാൻ അന്നേരം കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അമ്മയ്ക്ക് തോന്നി. അപ്പോൾ അമ്മ കരുതിയത് ഞാൻ വന്ന് നിന്നു എന്നാണ്. പക്ഷേ ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാലനക്കം പോലെ തോന്നുകയും അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പപ്പായോടും ചോദിച്ചു, പപ്പായും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മ അന്നേരം അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സുഗന്ധമായിരുന്നു, മുല്ലപ്പൂവിൻ്റെ നല്ലൊരു സുഗന്ധമായിരുന്നു ആ ഒരു മുറി മുഴുവനും. അപ്പോൾ തന്നെ ഞങ്ങൾ ജപമാല ചൊല്ലുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 6-ാം തീയതി PSCയുടെ അഡ്വൈസ് വരുന്നു എന്നുള്ളൊരു നല്ലൊരു ശുഭവാർത്ത അറിയിക്കുവാനായിട്ട് മാതാവ് വന്നതായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് അമ്മയ്ക്കൊരു ദർശനം കൊടുത്തത് 2-ാം തീയതിയാണ്. അന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതി എനിക്ക് മത്സ്യഫെഡിൽ പ്രോജക്റ്റ് ഓഫീസറായിട്ട് നിയമനം ലഭിച്ചു എന്നുള്ളതിൻ്റെ PSCയുടെ അഡ്വൈസ് എനിക്ക് മാതാവ് തന്നു. ആ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് മാതാവിൻ്റെ 8 നോമ്പിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് 7 എന്നുള്ള നമ്പറായിരുന്നു. അന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി ഞാൻ മത്സ്യഫെഡിൽ തിരുവനന്തപുരം കേന്ദ്ര ഓഫീസിൽ പ്രൊജക്റ്റ് ഓഫീസറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളിലൂടെ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോയതെങ്കിലും അവസാനം മാതാവ് എനിക്ക് അവിടെ ഞാൻ ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ തന്നെ എനിക്ക് പ്രൊജക്റ്റ് ഓഫീസറായിട്ട് ജോലി തന്ന് അനുഗ്രഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. എനിക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞപ്പോൾ ചുമയും നെഞ്ചുവേദനയും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ആ ചുമയും ഇല്ല, നെഞ്ചുവേദനയും ഇല്ല.
അതുപോലെ തന്നെ എനിക്ക് 2 മാസം മുമ്പ് പനി വന്നപ്പോൾ വൈറൽ ഫീവർ വന്നതാണ്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് 158 ആയിരുന്നു. ഫാസ്റ്റിംഗ് അല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞുള്ള സമയത്ത് ബ്ലഡ് ഷുഗർ 158 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് എൻ്റെ ഹിസ്റ്ററി ചോദിച്ചു, അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ തനിക്ക് 100% ഭാവിയിൽ ഷുഗർ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 158 എന്നുള്ളത് കൂടുതൽ തന്നെയാണ്, ഫുഡ് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ, എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിലും എനിക്കത് വരേണ്ട കാര്യമില്ല. കാരണം ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ ഉടമ്പടി എടുത്തതാണ്. ഞാൻ നാളെ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് നോർമൽ ആയിരിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ പനിയുടെ ഭാഗമായിട്ടാണ് കുറച്ചൊരു ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു. നോർമലിനേക്കാൾ ഒരു 21% ഫാറ്റി ലിവർ എനിക്ക് കൂടുതലായിരുന്നു. അതും ഞാൻ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനോടൊപ്പം തന്നെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഫാറ്റി ലിവറും നോർമലാണ്, എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ ഇത്രയധികം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ എല്ലാ മാസവും ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. പത്രം വാങ്ങിയിട്ട് ഞാൻ ക്രൈസ്തവ മേഖലയിൽ മാത്രമല്ല അക്രൈസ്തവ മേഖലയിലും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന പത്രം മാത്രമല്ല, പള്ളികളിൽ പോകുമ്പോഴും കുരിശടികളിലും ഒക്കെ ഇരിക്കുന്ന പത്രങ്ങൾ എടുത്ത് അത് പത്രം കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. ഈ പത്രം ആർക്ക് കിട്ടുന്നു അവരുടെ എല്ലാവരുടെയും ഞാൻ നിയോഗങ്ങൾ ഈശോയ്ക്കും അമ്മ മാതാവിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിലെ അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. യൂട്യൂബിലുള്ള നമ്മുടെ കൃപാസനത്തിലെ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അടുത്തതായിട്ട് കാരുണ്യ പ്രവർത്തികളാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്രിയാറ്റിനും അതുപോലെ തന്നെ ബ്ലഡ് യൂറിയയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും അതെല്ലാം ഇപ്പോൾ നോർമൽ ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു അനാഥാലയത്തിൽ കിഡ്നി പേഷ്യൻ്റിന് ഒരു ഡയാലിസിസ് കിറ്റ് കൊടുത്തിരുന്നു. അതുമാത്രമല്ല ഓർഫനേജുകളിലും അനാഥാലയങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തെരുവിലിരിക്കുന്ന ഭിക്ഷക്കാർക്കും രോഗികൾക്കും എല്ലാം ഭക്ഷണവും കൊടുക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലി എന്നുള്ളത് എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ ആത്മീയ ജീവിതമാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോയും മാതാവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് കാര്യങ്ങളും.